അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ചീഫ് ഗസ്റ്റായിട്ട് നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വെങ്കടാചലൻ മുരുക്കൻ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നാട്ടിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, പിന്നെ ഈ മുഹൂർത്തം വളരെ അധികം ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് ഇന്നലെ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ടായി. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഗുരുമിത്ര സേവനം UK ശിവഗിരി ആശ്രമത്തിൻ്റെ പോഷക സംഘടനയായ വനിതാ സംഘടനയായ ഗുരുമിത്ര 2023 ഫെബ്രുവരി 26 സ്വാമിനി നിത്യചിന്മയി നാമകരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത വനിതാ വേദിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അതിലേറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഇന്നലെ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ആശ്രമത്തിൽ വെച്ച് നടത്തിയ പ്രാർത്ഥനാ യോഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് ഇവിടെയുള്ള അമ്മമാരോടും സ്ത്രീകളോടുമാണ് ഏറ്റവും കൂടുതൽ കടപ്പാടും സ്നേഹവും തോന്നിയത് എന്ന്. ആ ഒരു വാക്കിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം ഒരു സംഘടനയുടെ ശക്തി, അല്ലെങ്കിൽ സ്വാമി ഇന്നലെ പറയാൻ കാരണം ഇത്രയും വലിയ ഒരു മെഗാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. ആ ഒരു മെഗാ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തിയെന്ന് സ്വാമിജി ഇന്നലെ തന്നെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയും വലിയ സമ്മേളനം ഇത്രയും ഭംഗിയായ പ്രൗഢഗംഭീരമായി നടത്തണമെങ്കിൽ മുൻപിലും പിൻപിലും നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ ശക്തിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിലെനിക്ക് ഏറെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം, ആ സ്ത്രീകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് 2023 മുതൽ ഞാൻ ഇതുവരെ എൻ്റെ പ്രവർത്തനത്തിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ച സ്ത്രീ ശക്തികൾ 18 പേരാണ്. അതിൽ 3 നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ശിവഗിരി ആശ്രമം നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഓരോ കുടുംബ യൂണിറ്റ് കോർഡിനേറ്റേഴ്സ് ആയി നമ്മൾ സ്ത്രീകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരെയൊക്കെ പ്രതിനിധീകരിച്ച് ഇവിടെ നിന്ന് ഈ വാക്ക് പറയാൻ എനിക്ക് കരുത്ത് നൽകുന്നത് അവരുടെ പ്രവർത്തനം, എൻ്റെ കൂടെ ചേർന്ന് നിന്ന് അവർ പ്രവർത്തിക്കുന്നത്, അവരുടെ ശക്തി. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം ഇന്നിവിടെ ചിറമേൽ അച്ഛൻ പറഞ്ഞു, സഹായിക്കാൻ നമുക്കെപ്പോഴും അനുകമ്പയുണ്ടാവണം. ഗുരുദേവൻ പറഞ്ഞതുപോലെ അനുകമ്പയുള്ളവരായിരിക്കണം. ആ എല്ലാ സവിശേഷതകളും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ആ 18 പേരോടും എനിക്ക് ഈ ഒരു വലിയ സദസ്സിൽ ഈ വലിയ വ്യക്തികളുടെ മുമ്പിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ് അവരെ. അതുപോലെ തന്നെ ഗുരുമിത്രയിലെ 23 പേര് തുടങ്ങി ഇന്ന് 400-ലധികം വനിതകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ സംഘടനയുടെ ഭാഗമായിട്ട് വനിതകൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് പരസ്പര ബഹുമാനം, എല്ലാവരെയും കാണുമ്പോഴുണ്ടാകുന്ന ഒരു സ്നേഹം. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ സ്ത്രീയാണ് വീട്ടിലെ വിളക്ക് എന്ന്. ആ വീട്ടിലെ വിളക്ക് ഇന്ന് ഈ സമൂഹത്തിൻ്റെ ഈ ഒരു വലിയ സംഘടനയുടെ വിളക്കായി മാറിയിരിക്കുകയാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരോടും, ഗുരുമിത്രയിലെ ഓരോ വനിതകളോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ആ സ്നേഹം ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾ നമുക്ക് മുൻപോട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ, ഇതുപോലെ ഈ ഒരു സംഘടന നമ്മുടെ ഓരോരുത്തരുടെയും ജീവനാഡിയാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അതുപോലെ പ്രവർത്തിക്കുവാൻ നമ്മളെ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയാതെ എനിക്ക് പോകാൻ സാധിക്കില്ല. വനിതാ വേദി മാറ്റി നിർത്തി ഒരു കൂട്ടം ബോർഡ് മെമ്പേഴ്സ്, 10 പേരടങ്ങുന്ന ഒരു ബോർഡ് മെമ്പേഴ്സിൻ്റെ അതിൻ്റെ ഒരു പാട്ടും കൂടിയാണ് ഞാൻ. അപ്പം ആ ഇപ്പം ഈ ഒരു വലിയ മെഗാ സമ്മേളനം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഈ 10 പേർ, ഇന്നലെയും പറഞ്ഞിരുന്നു ഒരുപാട് നാളുകളായി ഉറങ്ങിയിട്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ട് എന്ന്. അപ്പോൾ ഇതുപോലൊരു വലിയ കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ
നമുക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യം എല്ലാവരെയും മനസ്സിലാക്കി ഒന്നിച്ചു നിന്ന് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. അതിന് സാധിക്കുന്ന ഒരു വലിയ ടീമാണ് ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഗുരുമിത്ര ടീമിനോട് എടുത്തു പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും ഗുരുദേവ വിശ്വാസത്തിൽ ഇനിയും മുന്നോട്ട് ഒരുപാട് നാളുകൾ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.